കോൺഗ്രസിൻ്റെ പുതിയ ചർച്ചക്കാരൻ ജിൻഡോ CPMകാരെ വേണ്ടത്ര അങ്ങോട്ട് അറിയില്ല. കഴിഞ്ഞ ദിവസം യൂത്തന്മാരുടെ ഉറ്റ തോഴനായിട്ടുള്ള ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ അരുൺകുമാർ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. തന്നെ തൃക്കാക്കര ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് പരസ്യമായിട്ട് ലൈവായിട്ട് വെല്ലുവിളിച്ച് പിറ്റേ ദിവസം വക്കീൽ നോട്ടീസ് അയക്കുന്നത് ഞാൻ കണ്ടതാ, ആ വാർത്ത കണ്ടതാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അരുൺകുമാറെ. ആ വക്കീൽ നോട്ടീസിന്റെ അറ്റം എവിടെ വരെ എത്തി എന്ന് നിങ്ങൾ പറയണ്ടേ? കേട്ടല്ലോ, വക്കീൽ നോട്ടീസ് അയച്ചത് എന്തായി? SFI നേതാവായ ധീരജിന്റെ ജീവനെടുത്ത ഞങ്ങളുടെ പൊന്നോമന പുത്രൻ നിഖിൽ പൈലിക്കൊപ്പം ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ സ്വന്തം ഹാഷ്മിക്കെതിരെ നോട്ടീസ് അയച്ചിട്ട് എന്തായി എന്നാണ് ചോദ്യം. ജിൻഡോയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാട്ടിലെല്ലാം സതീശനെയും രമേശനെയും പോലെ വെറുതെ നോട്ടീസ് അയച്ച് നടക്കുന്നവരാണ് എന്ന് ജിൻഡോയുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ടാണ് ദേ അങ്കപ്പാറട. കണ്ടോടാ മോനെ ജിൻഡോ, വേണമെങ്കിൽ ഒന്ന് സ്ലോ മോഷനാക്കി ഏത് കോടതിയാണെന്നൊക്കെ മുകളിലെ ബോർഡ് കൂടി വായിച്ചോ. ഇനി അന്ന് ഇതേ ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ അരുൺകുമാർ പറഞ്ഞ ഒരു മറുപടി കൂടിയുണ്ട്, ഓർക്കണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചാനൽ ചർച്ചയിൽ എന്നെ അപമാനിച്ച ആ ആങ്കർക്കെതിരെ എന്തുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ട് കേസ് കൊടുത്തില്ല? ഇതൊന്നും നോക്ക്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ വേഴ്സസ് ഹാഷ്മി താജ് ഇബ്രാഹിം, CMB നമ്പർ 962/2024, JCCM കോർട്ട് കാക്കനാട്. ഞങ്ങളൊക്കെ വക്കീൽ നോട്ടീസ് അയച്ചാൽ അതിന്റെ പുറകെ ഏതറ്റം വരെ പോകും? നിയമത്തിന്റെ അങ്ങേ അറ്റം വരെ പോകും. ഞങ്ങൾ വാക്കുകൾ പാലിക്കുന്നവരാണ്. പറയാവുന്ന വാക്കുകൾ മാത്രം ഞങ്ങൾ പറയൂ. കേട്ടോ, ഇടതുപക്ഷക്കാർ ഒരു വിഷയത്തിൽ കയറി അങ്ങ് കൊത്തിയ അത് കൊത്തിയത് തന്നെയാണ്. കോൺഗ്രസ്സുകാരെ പോലെ, പ്രത്യേകിച്ച് സതീശനെയും രമേശനെയും സുധാകരനെയും പോലെ ഒരു നോട്ടീസ് അയച്ച് അത് മാധ്യമങ്ങളിലൂടെ വിതരണം ചെയ്യുന്ന പരിപാടിയല്ല ഈ പ്രസ്ഥാനത്തിലെ ഓരോരുത്തർക്കുമുള്ളത്. ചാനൽ ചർച്ചയിൽ വിളിച്ചു വരുത്തി എന്ത് വിടുവായത്തരം പറയുകയോ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിയുടെ ബസ്സിലേക്ക് ചെരുപ്പ് വലിച്ചെറിഞ്ഞതിനെ 24-ലെ കാഥികൻ്റെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ വെച്ച് ഷൂട്ട് ചെയ്യിച്ചെടുത്ത ആ ചരിത്രത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അന്ന് കുരു പൊട്ടിയത്. ആ കുരുപൊട്ടലിനാണ് ഇപ്പോൾ ജീവിതത്തിൽ ആദ്യമായി കോടതി വരാന്തയിൽ ചെന്ന് ജാമ്യം എടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ എടുപ്പിച്ചത്. അതുകൊണ്ട് ജിൻഡോ മോനോട് പറയാനുള്ളൊരു കാര്യം, സതീശനെയും ഷോഫിയെയും സുധാകരനെയും കണ്ടിട്ട് ഇതാണ് ലോകമെന്ന് വിചാരിക്കരുത്. ആ കിണറ്റി വീണ് കിടക്കുന്ന തവളയെ സംബന്ധിക്കുന്നിടത്തോളം വക്കീൽ നോട്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഒരു രസത്തിന് അയക്കാനുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ അതങ്ങനെയല്ല. അതുകൊണ്ട് അരുൺകുമാർ ആ വിഷയത്തിൽ ഒരുമ്പെട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെല്ലിപ്പലക കണ്ടിട്ടേ കയറത്തുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിയിൽ പരിചിതമല്ലാതെ ഇന്നലെ വന്ന് തല കുമ്പിട്ട് നിൽക്കേണ്ടി വന്നത്. ചർച്ചയിലെ ക്യാമറയ്ക്ക് മുന്നിൽ എന്ത് ആഭാസത്തിനവും വിളിച്ചു പറഞ്ഞിട്ട് രഹസ്യമായി സോറി പറയുന്ന ആ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയിലൂടെ ഊരിപ്പോകാമെന്നുള്ള ഒരു കോൺഗ്രസ്സുകാരൻ്റെ ചിന്താഗതിയാണ് ഹാഷ്മിയും പറ്റിയത്. പക്ഷേ വേണ്ടത്ര ഒത്തില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ നാട്ടുകാരെടുത്തിട്ടിപ്പോൾ ജിൻഡോ ചർച്ചക്കാരനെ അലക്കിക്കൊണ്ടിരിക്കുന്നത്. തന്നെ തൃക്കാക്കര ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് പരസ്യമായിട്ട് ലൈവായിട്ട് വെല്ലുവിളിച്ച് പിറ്റേ ദിവസം വക്കീൽ നോട്ടീസ് അയക്കുന്നത് ഞാൻ കണ്ടതാ, ആ വാർത്ത കണ്ടതാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അരുൺകുമാറെ. ആ വക്കീൽ നോട്ടീസിന്റെ അറ്റം എവിടെ വരെ എത്തി എന്ന് നിങ്ങൾ പറയണ്ടേ? തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചാനൽ ചർച്ചയിൽ എന്നെ അപമാനിച്ച ആ ആങ്കർക്കെതിരെ എന്തുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ട് കേസ് കൊടുത്തില്ല? ഇതൊന്നും നോക്ക്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ വേഴ്സസ് ഹാഷ്മി താജ് ഇബ്രാഹിം, CMB നമ്പർ 962/2024, JCCM കോർട്ട് കാക്കനാട്. ഞങ്ങളൊക്കെ വക്കീൽ നോട്ടീസ് അയച്ചാൽ അതിന്റെ പുറകെ ഏതറ്റം വരെ പോകും? നിയമത്തിന്റെ അങ്ങേ അറ്റം വരെ പോകും. ഞങ്ങൾ വാക്കുകൾ പാലിക്കുന്നവരാണ്. പറയാവുന്ന വാക്കുകൾ മാത്രം ഞങ്ങൾ പറയൂ. എടുക്കുമ്പോഴൊന്ന് തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1 കോടി എന്ന് പറയും മട്ടിൽ ഒന്നിനു പിന്നാലെ പലതായത്തെ പല ദുരന്തങ്ങളിൽ മുടിഞ്ഞിരിക്കുന്നവന്റെ മണ്ടയടിച്ചു കയറി അങ്ങേയറ്റം അന്യായം പ്രാബല്യത്തിൽ വന്ന ഒരു കറുത്ത ദിവസമാണിന്ന്. വ്യക്തിപരമായി അപമാനിക്കാനും അതും യാതൊരു വസ്തുതയില്ലാത്ത കാര്യം. അപ്പൊ മുഖ്യമന്ത്രിയുടെ വാഹനം ആക്രമിക്കുന്നു. ആ ആക്രമിക്കുന്നത് ഒരു ചാനലിന് മാത്രം ദൃശ്യം കിട്ടുന്നു. ആ ദൃശ്യം റിപ്പോർട്ട് ചെയ്യുന്ന ആങ്കർ അല്ലെങ്കിൽ റിപ്പോർട്ടർ, ആ റിപ്പോർട്ടർ 16 തവണ അതിലെ മുഖ്യ പ്രതികളെ ഫോണിൽ വിളിക്കുന്നു.
ആ വിവരം ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇടുകയാണ്. അതായത് ആ റിപ്പോർട്ടർ 16 തവണ ഈ സംഭവം നടക്കുമ്പോൾ ഒരു ചാനലിൽ മാത്രം കിട്ടിയ ദൃശ്യത്തെക്കുറിച്ച് ആ ഫോൺ കോൾ ഡീറ്റെയിൽസ് ആണ് ഇട്ടത്. അത് ഇട്ടതിന് വ്യക്തിപരമായ ഒരു വിരോധം എന്ന രൂപത്തിൽ അന്ന് ചർച്ചയ്ക്ക് വിളിച്ച് ആദ്യത്തെ ഒരു 20 മിനിറ്റ് പല ഘട്ടത്തിലും മൈക്ക് ഓഫ് ചെയ്ത് ആക്രമിക്കുന്നു. അത് വലിയ ഡാമേജിംഗ് ആയി നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തി. ഇപ്പോൾ കോടതി കേസെടുത്തു. നാളെ ആ കേസിന്റെ പോസ്റ്റിംഗ് ഡേറ്റ് ഉണ്ട്. നാളെ അവസാന ചാൻസ് പ്രതി കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഇനി പ്രതിക്ക് ഒരു അവസരമില്ല. നാളെ വന്ന് ഹാജരായി ജാമ്യം എടുക്കാൻ. അതായത് 2 ജാമ്യക്കാരെയും കൂട്ടി വരണം. അതിന്റെ ദിവസം നാളെയാണ്. വക്കീലും കൂട്ടി വരണം. വക്കീൽ വന്നു, പക്ഷെ പ്രതി വന്നില്ല. നാളെ വരേണ്ട ദിവസമാണ്. എന്തു വന്നാലും ആ നിയമ പോരാട്ടം തുടരും. ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായി ചാനൽ ചർച്ചകളിൽ അവതരിപ്പിക്കുക, അതോടൊപ്പം തന്നെ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ആക്രമിക്കുക.